Hello dear friends, welcome back. Aloe vera gel ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതിനു മുമ്പും ഞാൻ ഈ ജെൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട്. പക്ഷേ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊരു റെസിപ്പി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് കിട്ടി. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജെല്ലാണിത്. മാത്രമല്ല നമുക്ക് സാധാരണ യൂട്യൂബിലൊക്കെ നമ്മൾ കാണാറുള്ളത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് ജെലാറ്റിന്, അതുപോലെ അഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ജെല്ലാക്കി എടുക്കുകയാണ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ തന്നെ ലിക്വിഡായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ അങ്ങനെ ഐസ് ക്യൂബ്സ് ആകുമ്പം എനിക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ക്യൂബ്സ് എന്താ പറയുക, ഫ്രീസറിലാണല്ലോ സ്റ്റോർ ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കനും ഫിഷും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഭാഗത്ത് തന്നെ ഈ ഒരു സംഭവം സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ ഇതിലേക്ക് വന്നിട്ട് നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള വെറും 2 മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അലോവേരയുടെ ലീഫ് പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണിപ്പോൾ. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? അലോവേരയുടെ ചെടിയിലുണ്ടാകുന്ന പൂവാണിത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഏതായാലും നമുക്ക് ഇതിന് നല്ല വണ്ണമുള്ള ഒരു ലീഫ് പറിച്ചെടുത്തിട്ട് ജെല്ലുണ്ടാക്കാൻ പോവാം. അതൊരു പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അതിൽ കുറേ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഉമ്മയാണ് കഴുകി തരുന്നത്. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുത്തനെ നിർത്തി വെക്കണം കേട്ടോ. എവിടെയെങ്കിലും ചാരി വെക്കുക. അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ വെക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ കളറ് ദ്രാവകം ഉണ്ടാവും. ആ നീര് നമുക്ക് സ്കിന്നിന് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കിത് സ്കിന്നിലിടുമ്പോൾ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ, നാച്ചുറലായിട്ട് അലോവേര പറിച്ചിട്ട് ചിലർ ഡയറക്റ്റായിട്ട് അങ്ങനെ സ്കിന്നിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മഞ്ഞ ദ്രാവകം അതിനകത്ത് തന്നെ പുറത്ത് പോകാണ്ട് ഇരിക്കണോണ്ടാണ്. അതും കൂടെ കൂട്ടിയിട്ടല്ലേ നമ്മൾ മസാജ് ചെയ്യണേ. അപ്പോൾ അത് നന്നായിട്ട് കളയണം കേട്ടോ. ഞാൻ ആ ഭാഗം വീഡിയോ എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയി. അതുകൊണ്ട് ആ ഭാഗം ഞാൻ കാണിക്കണില്ല കേട്ടോ. ഇത് കുറച്ച് നേരം വെച്ചപ്പോൾ എന്താ ഉണ്ടായതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് കണ്ടോ, ഈ മഞ്ഞ ഒരു ടൈപ്പ് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടല്ലോ. ഈ വെള്ളം ഒഴുകി പോവുകയോളം നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങനെ ഒരു സൈഡിൽ വെക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയറായി. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഒന്നും കൂടെ. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ആ മഞ്ഞ ലിക്വിഡ് ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അത് ഒലിച്ചു പോയ ഭാഗമാണല്ലോ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ഭാഗം ചെത്തിക്കളയാണ് കേട്ടോ. ഇനി അതുകൊണ്ട് എന്തെങ്കിലും സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് നമ്മളിതിൻ്റെ 2 സൈഡിലുള്ള മുള്ളുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ ചെത്തിക്കളയാം. ഇനി ഇതിൻ്റെ നടുക്കൂടെ മുറിച്ചിട്ട് ഇത് 2 പൊളിയാക്കി മാറ്റണം കേട്ടോ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ജെല്ലെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ആഹാ, അടിപൊളി. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ജെല്ലെടുക്കാം കേട്ടോ. സാധാരണ എല്ലാവരും കത്തി വെച്ചൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഈസിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാനാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും ജെല്ല് വേസ്റ്റ് ആവാതെ നമുക്ക് കംപ്ലീറ്റ് ജെല്ലും കളക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, നല്ല നീറ്റായിട്ട്. ചിലരിങ്ങനെ കത്തി വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ആദ്യം ചെത്തി കളഞ്ഞിട്ട്, ഈ പച്ച കളർ തൊലി ഉണ്ടല്ലോ അതാദ്യം ചെത്തി കളഞ്ഞിട്ട് പിന്നെ ഈ പൾപ്പ് അങ്ങനെ വേറെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ഭാഗം നമുക്ക് ഇതിൻ്റെ പൾപ്പ് നമുക്ക് വേസ്റ്റായി പോവും ചെത്തി കളയുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഈ പച്ച കളർ തൊലി കുറേ ഇതിൻ്റെ കൂടെ പെടുകയും ചെയ്യും, ഈ ജെല്ലിൻ്റെ കൂടെ. പിന്നെ അത് നീറ്റാക്കി എടുക്കണമെങ്കിൽ അതൊരു എക്സ്ട്രാ ജോലിയാണ്. തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം വരുന്നത് ജലദോഷമാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ജെല്ല് കംപ്ലീറ്റ് എടുത്തിട്ടോ ഒരു സൈഡിലുള്ള. ഇപ്പോൾ ഞാൻ ഈ തൊലി നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര നീറ്റായിട്ടാണ് നമ്മളിതിൻ്റെ പൾപ്പ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തതെന്ന്. കാരണം അതിൻ്റെ തൊലി നമുക്ക് വേറെ തന്നെ ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത ഭാഗം നമ്മളിതുപോലെ തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ജെല്ല് നമ്മളിതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട്. കണ്ടില്ലേ, ഇത്രയും പൾപ്പ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അല്ല ഇതിൻ്റെ കട്ടയൊന്നും കൂടാതെ, ഇതിപ്പോൾ കട്ടയായിട്ടല്ലേ നിൽക്കുന്നത്, ഓരോരോ പീസായിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്തുകൊണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇത് ജ്യൂസാക്കി എടുക്കണം, നല്ല വെള്ളം പോലെ. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം കേട്ടോ. എന്തെങ്കിലും ചെറിയ പീസൊക്കെ അരിയാതെ അതിനകത്ത് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജ്യൂസ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് കൂവപ്പൊടി.
ഈ കൂവപ്പൊടിയാണ് നമ്മൾ ഈ ഒരു അലോവേര ജ്യൂസിനെ ജെല്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കൂവപ്പൊടി നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ്. ഇത് വെറുതെ തന്നെ നമുക്ക് ഫേഷ്യൽ പോലെ എന്തെങ്കിലും വെള്ളത്തിലൊക്കെ മിക്സ് ആക്കിയിട്ട് പേസ്റ്റാക്കി നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. മുഖത്തെ പാടുകൾ പോകാനും യുവത്വം നിലനിർത്താനൊക്കെ നല്ലൊരു സംഭവമാണ്. പിന്നെ അകത്തേക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിലും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്, ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ കേരളത്തിൽ എല്ലാ വീട്ടിലും കുറച്ചെങ്കിലും കൂവപ്പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൂവപ്പൊടി എടുത്ത് ഇങ്ങനെ കലക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോ മറ്റോ, നമ്മൾ എടുക്കുന്ന അലോവേരയുടെ കണ്ടൻറ്റ് അനുസരിച്ചിരിക്കും. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് കൂവപ്പൊടി ഇങ്ങനെ ഇത്തിരി ചൂടുവെള്ളത്തിൽ, കുറച്ച് വെള്ളം മതി കേട്ടോ, ഒരുപാട് ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളമൊന്നും എടുക്കണ്ട, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കൂവപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അലോവേരയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു പാത്രത്തിലാക്കി സ്റ്റൗവിൽ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ചൂടായി ഇത് ഏകദേശം നന്നായി തിളച്ച് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് കൂവപ്പൊടി കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കാനുള്ളത്. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തീരെ ഇളക്കി കൊടുക്കാണ്ടിരിക്കരുത്, കാരണം ചിലപ്പോൾ അത് അടി പിടിക്കും. പിന്നെ ഇതിൻ്റെ കളറൊക്കെ ചൂടേറിയിട്ട് കളർ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ, തീ കൂട്ടി വെക്കരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നല്ല ചൂടായി തിളയ്ക്കാറാവുമ്പോൾ നമുക്ക് കലക്കി വെച്ച് കൂവപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ, നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് തിളച്ച് ഇത് കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇത് വറ്റി വരും. അങ്ങനെ വറ്റി അടിയിൽ കുറുകി വരുന്ന സമയത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കുറഞ്ഞിപ്പോൾ ഈ ഇത്ര ലൂസ് ആവാതെ ഇതൊന്ന് കുറുകി വരും. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് കുറുകണ്ട. കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്താലും കുറച്ചൊന്ന് ചൂടാറുന്ന വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോവും. ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമ്മൾ ആദ്യം ഇത് ജ്യൂസാക്കി എടുത്ത സമയത്തിന് അപ്പോഴത്തേക്കാളും ഇതൊന്നുകൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എന്നാൽ കുറുകി കട്ടയാവുന്ന വരെ നമ്മളിത് കുറുക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു ലൂസ് നമുക്കിതിന് വേണം, ഈ ഒരു തിക്നെസ് വേണം. കാരണം ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ഒരു ജെൽ ഫോമിലേക്ക് ഇതിൻ്റെ പാകമായി വരുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് നാരങ്ങാ നീരൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുത്താൽ മതി, അതൊക്കെ നല്ലതാണ്. ഒന്നുകൂടെ ഇതിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുകയുള്ളൂ കേട്ടോ. കാരണം മുഖത്തെ പാടുകൾ പോകാനും അതുപോലെ തന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, വെയിലടിച്ചിട്ടുള്ള ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ചുളിവുകൾ വരാതിരിക്കാനൊക്കെ നല്ലതാണ്. നമുക്ക് റെഗുലർ ബേസിൽ ഉറങ്ങുമ്പോഴൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഞാൻ നാരങ്ങ നീരാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്, ഏതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്, ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ബേസിക് ആയിട്ട് ഒന്നും ആഡ് ചെയ്യാണ്ട് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയിപ്പം കസ്തൂരി മഞ്ഞളുടെ പൊടിയോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെ, കട്ടയാവുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു സമയം ഉണ്ടല്ലോ, ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മിക്സാക്കി വെക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കാലി ടിന്നിലാക്കിയിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ സ്പൂണ് വെച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്കിത് ജെൽ ഫോമിലായത് ശരിക്കും മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ജെല്ല് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ജെല്ലായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇതിപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, വെറും കൂവപ്പൊടിയും അതുപോലെ തന്നെ അലോവേരയുടെ ജ്യൂസ് മാത്രം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏത് കടയിൽ പോയാലും ഇത്ര നാച്ചുറൽ പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടില്ല. യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. ഇത് എന്താ പറയുക, അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റിക്കി പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് ഡ്രൈ ആയി പോകും. പിന്നെ അങ്ങനെ ഒരു സംഭവം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല. നമുക്ക് ഉറങ്ങുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ നമുക്കിത് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നമുക്കിത് കേടുവരാതെ സൂക്ഷിക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. താങ്ക്